മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 645 പുരുഷ വോട്ടർമാരും 818 സ്ത്രീ വോട്ടർമാരും അടക്കം 1463 വോട്ടർമാരുള്ള 19ാം വാർഡായ സെന്റ് ജോസഫ്സ് കോളേജ് വാർഡ് ജനറൽ വിഭാഗത്തിൽ പെടുന്നു. വടക്ക് വെട്ടിക്കര അമ്പലം റോഡ് മുതൽ ഠാണ വരെയും കിഴക്ക് ഠാണ മുതൽ ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിലെ കോമ്പാറ ജംഗ്ഷൻ വരെയും തെക്ക് കോമ്പാറ ജംഗ്ഷൻ മുതൽ പാച്ചേരി മൂല വരെ വേളൂക്കര പഞ്ചായത്ത് അതിർത്തി കോമ്പാറ വെസ്റ്റ് റോഡ് വരെയും പടിഞ്ഞാറ് പാച്ചേരി മൂലം മുതൽ സ്തംഭം വരെ ഷൺമുഖം കനാൽ റോഡ് വഴി കനാൽ പാലം, വടക്കോട്ട് കോട്ട മൂന്നുപീടിക റോഡ് വഴി വെട്ടിക്കര അമ്പലം റോഡ് വഴി ഠാണ കൂടൽമാണിക്യം റോഡ് വരെയുമാണ് അതിർത്തി. UDF സ്ഥാനാർത്ഥിയായി അവിനാഷ് OS, LDF സ്ഥാനാർത്ഥിയായി PV ശിവകുമാർ, NDA സ്ഥാനാർത്ഥിയായി സുഭാഷ് നെടുമ്പിള്ളി എന്നിവരാണ് ജനവിധി തേടുന്നത്. ഈ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ കയറിയ സ്ഥലങ്ങളിലൊക്കെ പറയുന്നത്. 20 ദിവസമായിട്ടും 15 ദിവസമായിട്ടൊക്കെ വെള്ളം വരാത്ത വീടുകളുണ്ട്. അവിടെ പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിലും പല വീടുകളിലേക്കുള്ള പൈപ്പിലെ ബ്ലോക്കുകളൊക്കെയാണ് പ്രധാനമായിട്ടും അവർ പറയുന്നത്. അപ്പോൾ അത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കലാണ് പ്രധാനപ്പെട്ട പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ വാർഡിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രധാനമായിട്ട് ഈ പാർക്ക് റോഡിൻ്റെ അവസ്ഥ LF സ്കൂളിൻ്റെ മുൻഭാഗം തൊട്ട് ഡാണാവ് സെൻറ്റർ വരെ വെള്ളക്കെട്ടാണ്. ഒരു ചെറിയൊരു മഴ പെയ്താൽ പോലും ആ റോഡ് പുഴ പോലെയാണ്. അപ്പോൾ അതിന് ശാശ്വതമായൊരു പരിഹാരമാണ് രണ്ടാമത് ഉന്നയിക്കുന്ന വിഷയം. പിന്നെ ഈ വാർഡിൽ പ്രധാനപ്പെട്ട 2 കോളനി പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ വീടുകളുടെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ്. അപ്പോൾ ആ വീടുകളുടെ മെയിൻ്റനൻസ്, പുതിയ വീട് നിർമ്മിക്കുന്നവർക്ക് ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തി വീടുകൾ നിർമ്മിക്കുക, അതൊക്കെയാണ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 22ാം വാർഡിലെ കൗൺസിലായിരുന്നു. ആ വാർഡിലെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. ആ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ റോഡുകളുടെയും മെയിൻ്റനൻസ് ആണ് പ്രധാനമായിട്ട് ആ വാർഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ്, റോഡിലെ പുല്ലുവെട്ടൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വാർഡിലെ അർഹരായപ്പെട്ടുള്ള എല്ലാവർക്കും ക്ഷേമ പെൻഷനുകൾ വാങ്ങിച്ചു കൊടുക്കുന്നതിലും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇവിടെയും ഞാൻ ആവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ 25 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇരിങ്ങാലക്കുട നഗരസഭ UDF ഭരിച്ചുകൊണ്ടിരിക്കുക. ആ തുടർച്ചയായിട്ട് ഭരിച്ചിട്ട് ഇന്ന് ഞാൻ എൻ്റെ സ്കോഡിനുള്ള വീട്ടമ്മമാരുൾപ്പെടെ നേരം ഇത് കുടിവെള്ളം ഇല്ലാണ്ടാണ്. ആഴ്ചയിൽ ഒരു ദിവസം കുടിവെള്ളം വരുന്നത്. പണ്ട് 25 കൊല്ലം മുമ്പ് 1.5 വെള്ളം വന്ന സ്ഥലത്ത് ഇപ്പോൾ 25 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചപ്പോൾ വരുന്നത് 7 ദിവസം കൂടുമ്പോൾ വെള്ളം വരുന്നത്. ഇതെന്ത് ചെയ്യത്? ഗുരുവായൂർക്കും ചാവക്കാടും വെള്ളം കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നമ്മുടെ തെക്കേ അതിർത്തിയിൽ നിന്ന് വടക്കേ അതിർത്തിയിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയ്ക്ക് വെള്ളം കൊണ്ടുവരാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്. കുടിവെള്ളം അടിസ്ഥാന പ്രശ്നം, ഏറ്റവും പ്രശ്നം. അത് മാത്രമല്ല, ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി തുടർച്ചയായിട്ട് ഭരിച്ചു ഒരു അറവുശാല നമുക്കില്ല. അറവുശാല നമുക്കൊരു ക്രിമിറ്റോറിയം 5-6 ഏക്കർ സ്ഥലം സ്വന്തമായിട്ട് ഈ പഴയ മുനിസിപ്പാലിറ്റി തന്നെ ഉണ്ട്. ഒരു ക്രിമിറ്റോറിയം നമുക്കില്ല. ആധുനിക രീതിയിലുള്ള അറവുശാലയില്ല. മാലിന്യ സംസ്കരണത്തിന് ശാശ്വതമായൊരു പരിഹാരമില്ല. ഹരിതകർമ്മ സേനക്കാർ കുറേ പ്ലാസ്റ്റിക് പറക്കി അവിടെ എത്തിക്കുന്നതിലുണ്ട്. അത് പ്ലാസ്റ്റിക് യൂണിറ്റ്, പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് പ്ലാസ്റ്റിക് ആക്കി അത് കട്ടിയാക്കി ടാർ ഉൽപ്പന്നത്തിന് വിൽക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. മാലിന്യത്തിന് കൃത്യമായിട്ടൊരു പദ്ധതി ഇല്ല ഇവിടെ. മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പറക്കി ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ പാവപ്പെട്ട നമ്മുടെ കർമ്മസേനക്കാർ കാലത്ത് മുതൽ വൈകുന്നേരം വരെ വെയിലും കൊണ്ട് ഇറങ്ങി അവിടെ പ്ലാസ്റ്റിക് എത്തിക്കില്ലല്ലോ നമ്മുടെ ചുമതല. അതുപോലെ തന്നെ അറവുശാല, മാർക്കറ്റ് ഇപ്പോൾ ഇരിഞ്ഞാലക്കുട മാർക്കറ്റ് തിരുക്കൊച്ചി സംസ്ഥാനത്തെ പ്രധാന പട്ടണങ്ങളിലൊന്നല്ലായിരുന്നു മാർക്കറ്റ്. ആ മാർക്കറ്റിലെ സ്ഥിതി എന്താ? ഒരു 1.5 കോടി രൂപയോളം ചെലവ് ചെയ്ത് നിർമ്മിച്ചാണ്. പക്ഷെ ആ നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവിടെ കിടക്കണേ. അതിനുശേഷം ഇന്നേ വരെ ആ ഫിഷ് മാർക്കറ്റിൽ ഒരു പദ്ധതിയില്ല. ഇതായിരിക്കും മുനിസിപ്പാലിറ്റി നല്ല വരുമാനം കിട്ടുന്നതല്ലേ. അതിന് എല്ലാ മേഖലയും ജീർണാവസ്ഥയാണ്. പട്ടണത്തിൽ റോഡുകൾ ഇപ്പം എൻ്റെ തൊട്ടടുത്ത ദേശത്തുള്ളതാണ് മറ്റേ ഈ വാർഡിനോട് ചേർന്ന് മുനിസിപ്പൽ മൈതാനം. അവിടുത്തെ സ്ഥിതി എന്താ? മഴക്കാലത്ത് ആയാലും വഞ്ചി ഇറങ്ങുന്ന സ്ഥിതി ചേട്ടാ. വഞ്ചി ഇറക്കാം. ബൈപ്പാസ് റോഡ് സംബന്ധിച്ച് 2-3 വർഷമായി ആ റോഡ് കുണ്ടും കുഴിയായി നിറഞ്ഞു കിടക്കുന്നു. ലോകത്തിലെല്ലാ മാപ്പും ആ റോഡിലുണ്ട്. സർക്കാരിൻ്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ആ ടേക്ക് ബ്രേക്കും. ആ ടേക്ക് ബ്രേക്കും ഇന്ന് വരെ തുറന്നിട്ടില്ല. അവിടെ വേണ്ടാത്ത രീതിയിലൊരു അവിടെ വെളിച്ചത്തിനോ ഒരു രാത്രി നിൽക്കുന്ന ആരെങ്കിലും കാവലേർപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഇതൊക്കെ കാണിക്കുന്നില്ല മുനിസിപ്പാലിറ്റി അനാസ്ഥയാണ്. ചാത്തന്മാസ സ്മാരക ഹാളിലും അങ്ങനെയല്ലേ സ്ഥിതി.
ആ ചാത്തമ്മ സ്മാരക ഹാളിലും അടിസ്ഥാന സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടില്ല. ഈ UDF ഭരണസമിതിയുടെ അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും വികസന മുരടിപ്പും ആണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. വാർഡിലെ പ്രധാനപ്പെട്ട വിഷയം നമുക്ക് കുടിവെള്ളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ഒരു വാർഡ് കൗൺസിലർക്ക് ചിലപ്പോൾ കുടിവെള്ളത്തിനോ കൗൺസിലർക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്കിവിടെ MLA ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് മുനിസിപ്പാലിറ്റിനെ കൊണ്ട് എന്തെങ്കിലും കുടിവെള്ളത്തിന് നല്ല രീതിയിലുള്ള പദ്ധതി തയ്യാറാക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പറയാനുള്ളത്. കുടിവെള്ളം പ്രധാന വിഷയമായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇറങ്ങിപ്പോൾ. പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10-ാം വാർഡിൻ്റെ പ്രധാനപ്പെട്ട വിഷയം കുടിവെള്ള പ്രശ്നമാണ്. അതായത് 2 കോളനികളാണ് ഇതിൽ ഈ വാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ടാണ കോളനിയും ഒന്ന് സെൻറ്റ് ജോസഫിൻ്റെ അവിടെയുള്ള കോളനി. അവിടെ ഭയങ്കര കുടിവെള്ളത്തിൻ്റെ ഭയങ്കര ക്ഷാമമാണ്. ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഈ കുടിവെള്ള പദ്ധതിക്കായിരിക്കും. അപ്പോൾ മറ്റു മതവിഭാഗങ്ങൾക്കും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടേണ്ട വികസനങ്ങളും റോഡുകളും എല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയി അതിനുള്ള പ്രവർത്തനം കാഴ്ചവെക്കും. നമുക്കൊരു അവസരം തരണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളോടൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കും. 5 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ഈ കുടിവെള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ വിഷയം. ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. 15-25 വർഷമായിട്ട് മാറി മാറി UDFൻ്റെയും LDFൻ്റെയും കൗൺസിലർമാരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എന്നും വരുന്നു പറഞ്ഞ ഡയലോഗ് ഇതാണ്. എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങൾ അടുത്തത് കുടിവെള്ളം എത്തിക്കും. ആ ടാങ്ക് പണിതോടും വെള്ളമില്ല. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ആദ്യം പ്രയോറിറ്റി ഈ കോളനി പ്രദേശത്തുള്ള കുടിവെള്ളം, പിന്നെ മറ്റുള്ള റോഡുകൾ, മറ്റുള്ള മതവിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്ത് വന്നാലും നമ്മളതിനൊപ്പം നിന്ന് അവർക്ക് മേടിച്ചു കൊടുക്കും. അവർ വേണ്ട കാര്യങ്ങൾ അത് സർക്കാർ, കേന്ദ്ര ഗവൺമെൻറ്, NDAയുടെ സർക്കാർ ഇഷ്ടംപോലെ പദ്ധതികളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കേരള സർക്കാർ അത് കുറേ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ആ പദ്ധതികളൊന്നും നടപ്പിലാവാണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോട്ട് അത് വെച്ചുകൊണ്ട് ഞങ്ങളിവിടെ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ ഈ താഴ്ന്ന വാർഡുകളിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ മുന്നോട്ടിറങ്ങും. അവർ ജനങ്ങളോട് കൂടെ പോകും.